ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്നാണ് തലശ്ശേരി കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ശിക്ഷ ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നു. അമൽനാഥ്, കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് പാനൂർ വിഷ്ണുപ്രിയ വധക്കേസ്. ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയുടെ ഈ വിധിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ലിബേഷ്, വിഷ്ണുപ്രിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി എ വി മൃദുല ഇത്തരത്തിൽ ഈ വ്യക്തി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ശിക്ഷ എന്താണ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുക. 2022 ഒക്ടോബർ 22 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ വിഷ്ണുപ്രിയയും ഒപ്പം തന്നെ ശ്യാംജിത്തും മുന്നേ തന്നെ അടുപ്പത്തിലായിരുന്നു. എന്നാൽ ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടി വിഷ്ണുപ്രിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇതിൽ ഈ ശ്യാംജിത്ത് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പിന്നീട് പൊന്നാനിയിലുള്ള മറ്റൊരു യുവാവുമായി വിഷ്ണുപ്രിയ അടുപ്പത്തിലാവുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ ശ്യാംജിത്ത് ഈ വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയം ബന്ധുക്കളൊക്കെ മറ്റൊരു ചടങ്ങിന് പോയ സമയത്ത് വീട്ടിലേക്ക് എത്തുകയും ചുറ്റികൊണ്ട് തലക്കടിച്ച് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തി ശേഷം കഴുത്തറുക്കുകയുമായിരുന്നു ചെയ്തത്. വിഷ്ണുപ്രിയ മരിച്ചതിനു ശേഷവും ശരീരത്തിൽ മൃഗീയമായ രീതിയിൽ മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് ഈ ഒരു കേസിൽ നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 26 മുറിവുകൾ വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമയം ജഡ്ജി ശ്യാംജിത്തിനോട് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ആദ്യം അല്പസമയം ശ്യാംജിത്ത് മൗനം പാലിച്ചിരുന്നു. ശേഷം താൻ കുറ്റക്കാരനല്ല എന്ന് ശ്യാംജിത്ത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ ശിക്ഷ എന്താകും എന്ന പ്രഖ്യാപനം ഉണ്ടാകും. അതേസമയം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന തെളിവായത് 13 സെക്കൻഡുള്ള വീഡിയോ ആണ്. കാരണം ഈ ശ്യാംജിത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയം വിഷ്ണുപ്രിയ പൊന്നാനിലെ സുഹൃത്തുമായി വീഡിയോ കോളിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശ്യാംജിത്ത് വീട്ടിനകത്തേക്ക് കയറിയ സമയം വിഷ്ണുപ്രിയ ഈ ഫോൺ ശ്യാംജിത്തിന് നേരെ തിരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വിഷ്ണുപ്രിയയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയും 13 സെക്കൻഡുള്ള ആ വീഡിയോ ഈ ഫോണിൽ റെക്കോർഡായിരുന്നു. ഇതാണ് പ്രധാന തെളിവായി ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ കൊലയ്ക്ക് ഉപയോഗിച്ചിരുന്ന കത്തി, ഒപ്പം തന്നെ ഗ്ലൗസ് ഇവ വാങ്ങിയ കടയിൽ നിന്നുമുള്ള CCTV ദൃശ്യങ്ങളും പ്രധാന തെളിവായി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും മറ്റ് സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 34 ദിവസം എടുത്തുകൊണ്ടാണ് സാഹചര്യ തെളിവും ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്താകും ശിക്ഷ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ലബീഷ്, അമൽ, ഈ കേസിൽ സാക്ഷിമൊഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനും പ്രതിയെ വളരെ വേഗം പിടികൂടാനും അന്വേഷണ സംഘത്തിന് സാധിച്ചു. ഈ കേസിൻ്റെ അന്വേഷണ വഴികളൊന്ന് വിശദീകരിക്കാമോ? ലിബീഷ്, തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുവാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ സാക്ഷിമൊഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും സാഹചര്യ തെളിവിൻ്റെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ 34 ദിവസം കൊണ്ടായിരുന്നു ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2023 സെപ്റ്റംബർ 1 വിചാരണ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും, അതായത് ഈ കേസിൽ പ്രധാനമായുമുള്ള 2 തെളിവുകൾ എന്ന് പറയുന്നത് ഈ വിഷ്ണുപ്രിയയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ പകർത്തിയ 13 സെക്കൻഡുള്ള ആ ഒരു വീഡിയോ തന്നെയാണ്. അതിൽ ഇത്തരത്തിൽ ശ്യാംജിത്ത് വീടിന് അകത്തേക്ക് കടന്നു വരുന്നത് മുതൽ ഈ കൊലപാതകം നടക്കുന്നവരെയുള്ള 13 സെക്കൻഡുള്ള ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും പകർന്നിട്ടുണ്ട്. ഇതാണ് പ്രധാന തെളിവ്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും മറ്റൊരു തെളിവായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം, കത്തി വാങ്ങിയതും ഒപ്പം തന്നെ ഗ്ലൗസ് വാങ്ങിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ കടയിൽ നിന്ന് CCTVയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളുമാണ് പ്രധാനമായും തെളിവായി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതി നിലവിൽ വിധിച്ചിരിക്കുന്നത്. ലിബീഷ്, അതായത് അമൽ, കേവലമായൊരു തർക്കത്തിനപ്പുറം ഈ പ്രതിയായ ശ്യാംജിത്ത് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലേ?
തീർച്ചയായും ഇത് പെട്ടെന്നുണ്ടായ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്തല്ല, മുൻകൂട്ടി തയ്യാറാക്കി അല്ലെങ്കിൽ വളരെ വിദഗ്ധമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് ശ്യാംജിത്ത് എത്തിയത് എന്ന് നിലവിൽ അന്വേഷണ സംഘത്തിന് തെളിയിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ കൊലപാതകം ഈ വിഷ്ണുപ്രിയയെ കൊല ചെയ്യണം എന്ന ഒരു പദ്ധതി ശ്യാംജിത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. മുന്നേ തന്നെ ഇത്തരത്തിൽ ആയുധം മറ്റൊരു കടയിൽ നിന്ന് വാങ്ങുകയും ഗ്ലൗസ് ഉൾപ്പെടെ വാങ്ങുകയും ചെയ്തിരുന്നു. ശേഷം ആരുമില്ലാത്ത, അതായത് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ആരുമില്ലാത്ത ആ ഒരു സമയം നോക്കി മനസ്സിലാക്കി ആ ഒരു സമയത്ത് തന്നെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വിഷ്ണുപ്രിയയുടെ ബന്ധുക്കൾ, അതായത് അച്ഛനും അമ്മയും ഒക്കെ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയ സമയത്തായിരുന്നു ശ്യാംജിത്ത് ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. ഏറ്റവും ആദ്യം ചുറ്റിക കൊണ്ട് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ശേഷം കഴുത്തറുക്കുകയായിരുന്നു. വിഷ്ണുപ്രിയ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് പോലും ഇത്തരത്തിൽ 26 മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്യാംജിത്തിന് സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ശ്യാംജിത്തിനെ പിടികൂടിയ ആ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തോട് ശ്യാംജിത്ത് പറഞ്ഞ കാര്യങ്ങളും ഏറെ വിചിത്രമായത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഈ ഒരു കൊലയ്ക്ക് ശേഷം യാതൊരു കുറ്റബോധവും ശ്യാംജിത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഒരു കൊല ചെയ്യുമ്പോൾ ശ്യാംജിത്തിന് 25 വയസ്സാണ് പ്രായമുണ്ടായിരുന്നത്. ഈ കൊലയ്ക്ക് ശേഷം ഉള്ള ശിക്ഷാ കാലാവധി ഒക്കെ തന്നെയും നോക്കി മനസ്സിലാക്കി, അതായത് 14 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 39ാമത്തെ ദിവസം തനിക്ക് 39ാമത്തെ വയസ്സിൽ തനിക്ക് കൃത്യമായ രീതിയിൽ പുറത്തിറങ്ങുവാൻ വേണ്ടി സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ശ്യാംജിത്ത് മനസ്സിലാക്കിയിരുന്നു. അത് അന്വേഷണ സംഘത്തിനോട് പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വളരെ വിദഗ്ധമായ രീതിയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പദ്ധതികൾ ഉണ്ടാക്കി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ശ്യാംജിത്ത് കടന്നിട്ടുണ്ടായിരുന്നത്. ലിബീഷ്, അമൽ, ഇതിനകത്ത് നേരിട്ടുള്ള ഒരു സാക്ഷികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും വിഷ്ണുപ്രിയയുടെ സുഹൃത്ത്, ഒപ്പം തന്നെ മറ്റ് ബന്ധുക്കൾ, അവരുടെയൊക്കെ സാക്ഷി മൊഴികൾ ഇക്കാര്യത്തിൽ എത്രത്തോളം നിർണായകമായി? ലിബീഷ്, ഏകദേശം 73ഓളം സാക്ഷി മൊഴികളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിട്ട് സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവരുടെ മൊഴികൾ ഏറെ നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയ സാഹചര്യത്തിൽ വിഷ്ണുപ്രിയ വീട്ടിലെ മുറിയിൽ മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെ ശ്യാംജിത്തിനെ അതായത് വീട്ടിലേക്ക് വരുന്ന ഇടങ്ങളിൽ കണ്ടവരുടെ മൊഴികളും ഒക്കെ തന്നെ ഈ കേസിൽ ഏറെ നിർണായകമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഇത്തരം തെളിവുകൾ, CCTV ദൃശ്യങ്ങളും വിഷ്ണുപ്രിയയുടെ ഫോണിലുണ്ടായ ദൃശ്യങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന ഒരു വിധിയിലേക്ക് നിലവിൽ കോടതി എത്തിയിരിക്കുന്നത്. ശരി അമൽ, പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. പ്രതിയായ ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധിയിന്മേൽ വാദത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. വിവരങ്ങളാണ് അമൽജിത്ത് നൽകിയത്.